ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒന്നിലധികം നോമിനികളെ നിർദ്ദേശിക്കാം. പുതിയ നിയമം വരുന്നു. നിക്ഷേപകർക്ക് മികച്ചൊരു വാർത്ത. നിങ്ങളുടെ സ്ഥിര നിക്ഷേപം FD കൂടുതൽ സുരക്ഷിതമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുതിയ നിയമം വരുന്നു. ഇനി മുതൽ നിങ്ങളുടെ FDയിൽ ഒരാളെ മാത്രമല്ല 4 പേരെ വരെ നോമിനിയായി നിർദ്ദേശിക്കാം. എന്താണ് ഇതിന്റെ പ്രാധാന്യം? സുരക്ഷ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പണം ലഭിക്കും. സൗകര്യം. 4 പേരെ നോമിനിയാക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രധാന അംഗങ്ങളെയും നിങ്ങൾ ഉൾപ്പെടുത്താം. സമാധാനം. നിങ്ങളുടെ പണത്തിന്റെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സമാധാനം അനുഭവപ്പെടും. എങ്ങനെയാണ് ഈ നിയമം പ്രവർത്തിക്കുന്നത്? 4 നോമിനികൾ. ഇനി മുതൽ നിങ്ങൾക്ക് FD തുറക്കുമ്പോൾ 4 പേരെ വരെ നോമിനിയായി നിർദ്ദേശിക്കാം. ശതമാനം. ഓരോ നോമിനിക്ക് എത്ര തുക ലഭിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുൻഗണന. നിങ്ങൾക്ക് നോമിനികൾക്ക് ഒരു മുൻഗണന ക്രമം നിശ്ചയിക്കാം. സാധുത. നിങ്ങളുടെ മരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമോ ഉണ്ടായാൽ നിങ്ങളുടെ നോമിനികൾക്ക് തുക ക്ലെയിം ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ നിയമം വരുന്നത്? കോവിഡ് കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും ഒരേ സമയം പലരും മരിച്ച സംഭവങ്ങളുണ്ടായി. ഇത് നോമിനേഷൻ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞു. സുരക്ഷ. നിക്ഷേപകരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. എപ്പോഴാണ് ഈ നിയമം നിലവിൽ വരുന്നത്? ഈ ബില്ലിപ്പോൾ പാർലമെന്റിൽ പരിഗണനയിലാണ്. ഉടൻ തന്നെ ഈ നിയമം നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ബാങ്കിൽ ബന്ധപ്പെടുക. ഈ നിയമം നിലവിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ FDയിൽ നോമിനികളെ ചേർക്കുക. കൂടുതൽ വിവരങ്ങൾക്ക്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ FD ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമാണ്. ഈ പുതിയ നിയമം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സാമ്പത്തിക ഭാവിക്ക് വലിയ സഹായമാകും. നോമിനി എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം ലഭിക്കേണ്ട വ്യക്തിയെയാണ് നോമിനി എന്ന് പറയുന്നത്. FD എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപം. നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയാണ്. ബില്ല് എന്നാൽ ഒരു പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പ്രധാന രേഖയാണ് ബില്ല്. കൂടുതൽ വിവരങ്ങൾ. നിങ്ങളുടെ ബാങ്കിൽ ബന്ധപ്പെടുക. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുക. ഈ വീഡിയോ വിവരദായകമായ ഉദ്ദേശത്തിനാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.